സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നലെ ഇസ്രായേലിൻ്റെ നിയമനിർമ്മാണ സഭ വെസ്റ്റ് ബാങ്ക് അനക്സേഷനുമായി ബന്ധപ്പെട്ട് പാസാക്കിയ നിയമം ഉണ്ടാക്കിയ അലയൊലികൾ അടങ്ങിയിട്ടേയില്ല. ഗൾഫ് രാജ്യങ്ങളിൽ അതുണ്ടാക്കിയ വലിയ നീരസം അടക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ തന്നെ ഇസ്രായേലിലെത്തിയിട്ടുണ്ട്. ജെഡി വാൻസ് ഞാൻ തിരിച്ചു പോയിട്ടേ ഉള്ളൂ. വിറ്റ്കോഫും ജാറേഡ് കുഷ്ണറും തുടരുന്നുണ്ട്. അപ്പം അമേരിക്ക ഈ ഒരു കാര്യത്തിലെടുക്കുന്ന ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതൊരു ടഗ് ഓഫ് വാർ പോലെയാണ്. കാരണം ഹമാസുമായുള്ള വെടിനിർത്തൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ 2 തവണ അലസിപ്പിരിഞ്ഞതാണ്. 2 തവണ വെടിനിർത്തലുണ്ടായി, അത് രണ്ടും അലസിപ്പിരിഞ്ഞു. അപ്പം മൂന്നാമത് അമേരിക്കയുടെ നേതൃത്വത്തിലുണ്ടായ ഈ വെടിനിർത്തൽ അതൊരു പരിധിവരെ ഒരു ഫോഴ്സിബിൾ ആയിട്ടുള്ള വെടിനിർത്തലായിരുന്നു. അത് അലസാനുള്ള എല്ലാ സാധ്യതയും ഹമാസ് തന്നെ ഇട്ടുകൊടുത്തു. 2 ഇസ്രായേൽ ഭടന്മാരെ അവർ വധിച്ചു. അത് ഹമാസിൽ നിന്ന് വിഘടിതമായി നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ചെയ്തത് എന്ന് ഹമാസ് അവകാശപ്പെടുന്നു. എന്തായാലും ശരി, അങ്ങനെ സംഭവിച്ചു. അതൊരു അവസരമാക്കി മുതലായിക്കൊണ്ട് ഇസ്രായേൽ ഭയങ്കരമായിട്ടുള്ള റെയ്ഡ് എൻ്റയർ ഗാസയിൽ നടത്തി. പക്ഷേ എങ്കിൽ പോലും അമേരിക്കയുടെയൊക്കെ നിർബന്ധത്തെ തുടർന്ന് അവർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. പക്ഷേ ഈ കുതിക്കാൻ നിൽക്കുന്ന കുതിരയെ ഇസ്രായേലിനെ എങ്ങനെ പിടിച്ചു നിർത്തും എന്നുള്ള ഒരു വ്യഗ്രതയിൽ അമേരിക്കയിൽ നിന്ന് ടോപ്പ് ഒഫീഷ്യൽസ് തെരുതെരെ വരിവരിയായി ഇസ്രായേലിൽ വന്ന് ഈ നെതന്യാഹുവിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഡൊണാൾഡ് ട്രംപ് തന്നെ വന്നു. പിന്നീട് അത് കരാർ ഒപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നീട് വിറ്റ്കോഫും ജാറേഡ് കുഷ്ണറും പോയി. അതിനുശേഷം ജെഡി വാൻസ് വന്നു, വൈസ് പ്രസിഡന്റ് വന്നു. വൈസ് പ്രസിഡന്റ് മടങ്ങിപ്പോയ ഉടനെ തന്നെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയിരിക്കുന്നു. അപ്പം ഈ നെതന്യാഹുവിൻ്റെ അടുത്ത് എപ്പോഴും ഒരു ടോപ്പ് അമേരിക്കൻ ഒഫീഷ്യൽ നിന്നാൽ മാത്രമേ ഈ വെടിനിർത്തൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. നെതന്യാഹുവിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അത്രത്തോളം അമേരിക്കയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് ആണ് നമ്മൾ കാണുന്നവർക്ക് മനസ്സിലാവുന്നത്. അവർ തമ്മിലുള്ള കളി എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും കാണുന്നവർക്ക് മനസ്സിലാവുന്നത് നെതന്യാഹുവിനെ നമ്മൾ 2 പേര് തല്ലുകൂടാൻ പോകുന്ന സമയത്ത് അരക്കി പിടിച്ച് നിർത്തിയതുപോലെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു അമേരിക്കൻ ടോപ്പ് ഒഫീഷ്യലിൻ്റെ സാന്നിധ്യം ഇസ്രായേലിൽ നിരന്തരമായി ആവശ്യമാണ് എന്ന നിലയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലൂടെയാണ് ഈ പാർലമെൻറ്റ് ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അത് നിയമനിർമ്മാണത്തിൻ്റെ 4 സ്റ്റേജുകളിൽ ആദ്യത്തെ സ്റ്റേജാണ്, പ്രിലിമിനറി സ്റ്റേജാണ്. അപ്പോൾ ആ പ്രിലിമിനറി സ്റ്റേജിൽ 120 അംഗ പാർലമെന്റിലാകെ 49 പേരെ വോട്ട് ചെയ്തുള്ളൂ. ബാക്കി ആളുകൾ അതിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നവരാണ്. പക്ഷേ ഈ വെടിനിർത്തൽ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രമേയമുണ്ടാക്കി ഒരു പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതാണ്. എതിർത്ത് വോട്ട് ചെയ്തവരും അതുതന്നെയാണ് ഉദ്ദേശിച്ചത്. നെതന്യാഹുവിൻ്റെ അങ്ങേയറ്റത്തെ നിർബന്ധപ്രകാരം ഇതിനെതിരെ 24 പേരെ എതിർത്ത് വോട്ട് ചെയ്തത്. നെതന്യാഹുവിൻ്റെ പാർട്ടികളിൽ തന്നെ 36 പേരുണ്ട്. ആ 36 പേരിൽ 24 പേര് മാത്രമാണ് ഈ പ്രമേയത്തെ എതിർത്ത് നെതന്യാഹുവിന്റെ നിർബന്ധം കൊണ്ട് എതിർത്ത് വോട്ട് ചെയ്തത്. നെതന്യാഹു അടക്കമുള്ള ആളുകൾ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ പ്രമേയത്തിന് പറ്റിയ സമയം ഇതല്ല എന്നതുകൊണ്ട് ആ പ്രമേയത്തെ അവർ എതിർത്ത് വോട്ട് ചെയ്തു. പക്ഷേ നെതന്യാഹുവിന്റെ കക്ഷിയിൽപ്പെട്ട ഒരാളുടെ വോട്ടിന്റെ ബലത്തിലാണ് 24-നെതിരെ 25 ഈ പ്രമേയം പാസ്സായത്. ആ 25ാമത്തെ വോട്ട് നെതന്യാഹുവിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളുടേതായിരുന്നു. അപ്പോൾ എന്തായാലും പ്രമേയം പാസ്സായി. അപ്പൊ അത് പിന്നെ ജെഡി വാൻസ് അദ്ദേഹം പോകുന്നതിന് മുമ്പ് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ചെറിയ പേഴ്സണൽ ഇൻസൾട്ട് കൂടിയാണ്. അദ്ദേഹം അവിടെ ഉള്ള സമയത്ത് ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ഇൻസൾട്ട് കൂടിയാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ എന്തായാലും ശരി, ആ ഒരു കാര്യം നടന്നു. അപ്പൊ അമേരിക്ക എപ്പോഴും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്ക ഇസ്രായേലിനെ അതിന്റെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അമേരിക്ക എപ്പോഴും ഈ ഇസ്രായേലിനെ ഒരു ജൂനിയർ പാർട്ണറായി പരിഗണിക്കുന്നു എന്നുള്ള ഒരു കാര്യം, അത് ഒരു ജൂനിയർ പാർട്ണർ അല്ല, തങ്ങൾ ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് എന്നുള്ള ഒരു ലെവലിലേക്ക് ഇസ്രായേൽ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിന്റെ 1948 മുതലുള്ള അവരുടെ വളർച്ച, പടിപടിയായ വളർച്ച, അങ്ങനെ പടിപടിയായി വളർന്നു വന്ന ഇസ്രായേൽ തീർച്ചയായിട്ടും അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും വലിയ സഹകരണത്തോടെയാണ് അവരോട് പിടിച്ചതെന്ന്. പക്ഷെ അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നു, അസാധാരണമായ ശേഷി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ജീവിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ശരീരത്തിലില്ല. നിങ്ങൾ പുറമേ നിന്ന് ആരൊക്കെ എന്തൊക്കെ ഗ്ലൂക്കോസ് കുത്തിവെച്ചാലും നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. ആ ജീവിക്കാനുള്ള ആ ശേഷി നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുക.
അതിപ്പോൾ വളർന്ന് ഏകദേശം 2025 ആകുമ്പോഴേക്കും ആരുടെയും സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ലേസർ വെപ്പൺസ് അടക്കം കയ്യിലുള്ള ഒരു രാജ്യമായി ഇസ്രായേൽ മാറി എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം. അതായത് ഈ അമേരിക്കയുടെ ഒപ്പം തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ഈക്വൽ പാർട്ട്ണറായി 51st സ്റ്റേറ്റ് അല്ല ഇപ്പം എ സ്റ്റേറ്റ് ദറ്റ് ഇസ് ഈക്വൽ ടു അമേരിക്ക എന്ന ലെവലിലേക്ക് അവർക്ക് ഉയരാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടെ ഇസ്രായേൽ കാണിക്കാൻ ശ്രമിക്കുന്ന സംഗതി. അപ്പം അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഗൾഫ് രാജ്യങ്ങളെങ്കിലും അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. തങ്ങളുടെ പിടിയിൽ നിന്ന് ഇസ്രായേൽ മാറുകയില്ല, തങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ അനുസരിക്കും എന്ന് ഈ ഗൾഫ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വിഷയമുള്ള കാര്യമില്ല. ഗൾഫ് രാജ്യങ്ങൾ, റിച്ച് ആയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഒരുപാട് ബിസിനസ് ഇൻട്രസ്റ്റുകളുണ്ട്. അത് അമേരിക്കയ്ക്കുമുണ്ട്, കൂടാതെ ട്രംപിനുമുണ്ട്. അവരുടെ ഫാമിലി ബിസിനസ്സുകൾ ഒരുപാട് ഖത്തറിലും സൗദി അറേബ്യയിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും ബഹ്റൈനിലും ഒക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്നുണ്ട്. അപ്പം ഈ രാജ്യങ്ങളെയൊക്കെ ഇസ്രായേലിനെ നിയന്ത്രിക്കുന്നത് തങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അമേരിക്കയ്ക്കുണ്ട്. അല്ലെങ്കിൽ പോലും അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കേണ്ട ഒരു ബാധ്യത അമേരിക്കയുണ്ട്. അപ്പോൾ ആ ഒരു ബാധ്യത നിറവേറ്റലിന്റെ ഭാഗമായും കൂടിയാണ് ഈ അമേരിക്കൻ ഒഫീഷ്യൽസ് ഇങ്ങനെ എല്ലാ ദിവസവും ഇസ്രായേലിൽ വന്ന് താമസിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ അനാലിസിസുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് ആ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് എടുക്കാനുള്ള ലെവറേജ്, ബിസിനസ് ലെവറേജ്, അത് അവർക്ക് വേണ്ട വിധത്തിൽ മുതലാക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അവരെ ഇസ്രായേലിന് മേലെ ഞങ്ങൾ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചാൽ ഇത് നിൽക്കും എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ യു എന്നില് അവർക്കെതിരായി പാലസ്റ്റീൻ്റെ സ്റ്റേറ്റ്ഹുഡ് അംഗീകരിച്ചപ്പം യൂറോപ്യൻ നേഷൻസിന്റെ മുഖത്ത് ഒരു അടി കൊടുക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. ആ മുഖത്തുള്ള അടി കൂടിയാണ് ഇന്നലെ പാലസ്റ്റീൻ അനക്ഷറ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ പ്രമേയം പാസ്സാക്കിയ സമയത്ത് ഇസ്രായേൽ നൽകിയത്. പാലസ്റ്റീൻ ഉണ്ടെങ്കിലല്ലേ പിന്നെ പാലസ്റ്റീനെ അംഗീകരിക്കത്തുള്ളൂ. ഇസ്രായേൽ അതിനെ അങ്ങോട്ട് അനക്ഷർ ചെയ്താൽ പിന്നെ എവിടെ പാലസ്റ്റീൻ? ഇവരെല്ലാം പറയുന്ന ഒരു സംഗതിയുണ്ട്, ഈസ്റ്റ് ജെറുസലേം 1981 തന്നെ ഇസ്രായേൽ അനക്ഷർ ചെയ്തതാണ്. അത് ഇസ്രായേലിന്റെ ഭാഗമാണ്. അപ്പൊ അറബ് രാജ്യങ്ങൾ ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു ഇസ്രായേലും ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്നതാണ് പാലസ്റ്റീൻ. ഈസ്റ്റ് ജെറുസലേം എന്ന് പറഞ്ഞ സ്ഥലമില്ല, ഇപ്പൊ ജെറുസലേം മാത്രമേ ഉള്ളൂ, ഈസ്റ്റ് ജെറുസലേം ഇല്ല. ജെറുസലേം ഈസ് എ സിംഗിൾ യൂണിറ്റ് ആൻഡ് ദാറ്റ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇസ്രായേൽ ആൻഡ് ദാറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇസ്രായേൽ, പാർട്ട് ഓഫ് ദി സോവറിൻ ഇസ്രായേൽ നേഷൻ. അതിനെക്കുറിച്ച് ഇനി ആരും സംസാരിക്കേണ്ട. അപ്പൊ അമേരിക്ക ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ബാക്കിയുള്ള പാലസ്റ്റീനിയൻ പ്രദേശങ്ങൾ കൂടി വന്നു ചേരും എന്നുള്ള ഒരു ഭയത്തിലാണ് ഈ അറബ് രാജ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. അപ്പം അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ ഈ അറബ് അക്കോർഡ്സ് എന്ന് പറയുന്ന അമേരിക്കയുടെ വലിയൊരു സ്വപ്നമാണ് ഇസ്രായേലും അറബ് രാജ്യങ്ങളും അമേരിക്കയും ചേർന്നുള്ള ഒരു അറബ് അക്കോർഡ്സ്. ഈ അറബ് അക്കോർഡ്സിലേക്ക് എത്തിച്ചേരാൻ വാസ്തവത്തിൽ അറബ് രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. ഇസ്രായേലിന് അതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു അറബിയുടെ സഹായം ഇല്ലാതെ ഇന്ന് അവിടെ നിൽക്കാൻ കഴിയുന്ന ഒരു സ്റ്റേച്ചറിലേക്ക്, ഒരു പോസ്റ്ററിലേക്ക് അവർ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അറബ് അക്കോർഡ്സിന് എന്തെങ്കിലും കേടുപറ്റുമോ എന്ന് വിചാരിച്ച് അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് അവർ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി ഇന്നലെ പാസാക്കിയ പ്രമേയം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അമേരിക്കയുടെ ബിസിനസ് ഇൻട്രസ്റ്റ് നിശ്ചയമായും നടക്കേണ്ടത് തന്നെയാണ്. അത് ഇസ്രായേലിന്റെയും കൂടി ആവശ്യമാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടുള്ളതാണ് പാർട്ട്ണർഷിപ്പ്. ധാരാളമായിട്ടുള്ള സാമ്പത്തിക സഹായവും ആയുധ സഹായവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്, നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. സ്വാഭാവികമായിട്ടും അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പാവുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത ഇസ്രായേലിനുണ്ട് എന്നുള്ളതും നിശ്ചയമുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് ഇതിനകത്ത് സംഭവിച്ചത്. കാരണം ഇതിൽ ട്രംപിന്റെ സ്വഭാവ രീതികൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സംസാര രീതികൾ അറിയാം. പലപ്പോഴും ഒബ്സീനായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം സംസാരത്തിനിടയ്ക്ക് ഉപയോഗിക്കും. അതുപോലെ അവകാശവാദങ്ങൾ ഉന്നയിക്കും. അപ്പൊ ഇസ്രായേലിനെ കൊണ്ട് ഞാനിത് സമ്മതിപ്പിച്ചു എന്ന ഒരു പ്രയോഗം 1-2 ഇന്റർവ്യൂകളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. 2, ഖത്തറിനോട് ഞാൻ മുൻകൈ എടുത്ത് നെതന്യാഹുവിനെ കൊണ്ട് ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്. ഇതൊക്കെ ഇസ്രായേലിനെ മുറിപ്പെടുത്തിയ സംഗതികളാണ്. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു നേച്ചർ അദ്ദേഹത്തിനുള്ളത്. സ്വാഭാവികമായിട്ടും അത് ഡിപ്ലോമാറ്റിക് റിലേഷൻസിലെ വിള്ളൽ വരുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അത് ശ്രദ്ധിക്കാതെ ട്രംപിന്റെ വിടുവായിത്തരം പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനിടയിലൂടെ JD വാൻസുമായുള്ള സംസാരത്തിൽ ഇസ്രായേൽ ചില കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്,
ഇവിടെ ഒരു പീസ് കീപ്പിംഗ് ട്രൂപ്പ് വരുന്ന സമയത്ത് അതിനകത്ത് ഒരൊറ്റ ടർക്കിഷ് പൗരൻ പോലും ഉണ്ടാകാൻ പാടില്ല. ടർക്കിഷ് പട്ടാളക്കാരെ എന്ന് പറയുന്ന കാറ്റഗറിയെ അവിടേക്ക് പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. 2, ഹമാസ് പരിപൂർണമായും ആയുധം വെച്ച് കീഴടങ്ങാതെ യെല്ലോ ലൈനിന്റെ അവിടെ നിന്ന് 1 ഇഞ്ച് പോലും ഇസ്രായേൽ പുറകോട്ട് പോരുകയില്ല. 3, പാലസ്തീൻ അതോറിറ്റിക്കോ ഹമാസിനോ അവിടെ വരുന്ന ഭരണത്തിൽ ഒരു തരത്തിലുള്ള പങ്കും ഉണ്ടാവാൻ അനുവദിക്കുകയില്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ അടിവരയിട്ട് വാൻസിനെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 1, ഒരു ടർക്കി പട്ടാളക്കാരൻ പോലും ഗാസയിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല. 2, ഹമാസിനോ പാലസ്തീൻ അതോറിറ്റിക്കോ ഗാസയുടെ വരാൻ പോകുന്ന ഭരണത്തിൽ ഒരു പങ്കും ഉണ്ടാവാൻ അനുവദിക്കുകയില്ല. 3, ഹമാസിന്റെ അവസാനത്തെ ആളും ആയുധം വെച്ച് കീഴടങ്ങാതെ അവർ സമാധാനത്തിന്റെ വഴിയിലേക്ക് തിരിയാതെ അല്ലെങ്കിൽ ഹമാസിനെ തീർക്കാതെ യെല്ലോ ലൈനിൽ നിന്ന് 1 ഇഞ്ച് പോലും ഇസ്രായേൽ പുറകോട്ട് പോരുകയുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് പിന്നെ ഇവരുടെ ഡെഡ് ബോഡീസ് തിരിച്ചിട്ടാനുള്ള കാര്യം നമുക്കറിയാം. 13 ശവശരീരങ്ങൾ കൂടിയാണ് കിട്ടാനുള്ളത്. അതിൽ 10 ശവശരീരങ്ങൾ ഇപ്പോൾ തന്നെ ഹമാസിന്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതും വാൻസിനെ ബോധ്യപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ആ ശവശരീരങ്ങൾ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. എന്തായാലും 10 ശവശരീരങ്ങൾ കൂടി ഹമാസിന്റെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അവര് ഈ ഹെവിയർ വെപ്പൺസ്, അതായത് ഈ മാളങ്ങളിൽ നിന്നൊക്കെ ശവശരീരങ്ങൾ വീണ്ടെടുക്കാൻ എന്ന പേരിൽ പുതിയ മാളങ്ങൾ നിർമ്മിക്കാൻ ഉതകുന്ന യന്ത്ര സാമഗ്രികൾ റാഫ വഴി ഗാസയിലേക്ക് കടത്തുവാൻ വേണ്ടിയാണ് ഈ 10 ശവശരീരങ്ങൾ മാന്തിയെടുക്കാൻ എന്ന പേരിൽ അത്തരം ആയുധങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് 13 ശവശരീരങ്ങൾ മാന്തിയെടുക്കാൻ എന്ന പേരിൽ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരെടുക്കുന്ന ഒരു ടെക്നിക്ക് ആവാനാണ് സാധ്യത ഈ ശവശരീരങ്ങൾ മടക്കി കൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. 10 ശവശരീരങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 13 കണ്ടേക്കാം. പക്ഷെ 10 എണ്ണത്തിൻ്റെത് തെളിവ് സഹിതം ഹാജരാക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 13 ശവശരീരങ്ങളാണ് ഇനി മടക്കി കൊടുക്കുവാനുള്ളത്. അപ്പൊ ഇനി ഇതിന്റെ പേരിലൊന്നും ഹെവി മെഷീനറീസ് ഒന്നും അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുകയില്ല. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇതിന്റെ 1ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ശവശരീരങ്ങൾ മടക്കി കൊടുക്കുക. 2ാമത്തെ സ്റ്റേജിന്റെ തുടക്കം തന്നെ ഹമാസിന്റെ പരിപൂർണമായ ഡിസാമമെന്റ് ആണ്. അത് നടക്കാതെ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയില്ല എന്നാണ് ഇസ്രായേൽ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനിടയിലൂടെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഏത് പ്രകോപനത്തിനും അതിന്റെ 10 ഇരട്ടി തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ അമേരിക്കയോട് തന്നെ പറഞ്ഞിട്ടും ഉള്ള കാര്യമാണ്. ഈ ലേസർ വെപ്പൺസ് ഇസ്രായേലിന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അവരുടെ കോൺഫിഡൻസിൽ ഉണ്ടാക്കിയ വർധന ചില്ലറയൊന്നുമല്ല. ഏതുതരം ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ടാക്കിയാലും എത്ര വലിയ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിയാലും ഈ ലേസർ വെപ്പൺസ് ഫുൾ ഓപ്പറേറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു വെപ്പൺ പോലും ലോഞ്ച് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് ഏത് രാജ്യത്തെയും എത്തിക്കാൻ ഇസ്രായേലിന് സാധിക്കും എന്നുള്ളത് ചില്ലറ കാര്യവുമല്ല.